കർണാടകയിൽ ഇന്ധനവില കൂട്ടി സംസ്ഥാന സർക്കാർ. പുതിയ നികുതി വർധനവ് അനുസരിച്ച് പെട്രോളിന് 3 രൂപയും ഡീസലിന് 3 രൂപ 5 പൈസയും കൂട്ടും. സംസ്ഥാനത്ത് നിലവിൽ പെട്രോളിന് ലിറ്ററിന് 99 രൂപ 84 പൈസയും ഡീസലിന് 85 രൂപ 93 പൈസയുമാണ് നിരക്ക്. എന്നാൽ പുതിയത് പ്രകാരം പെട്രോളിന് ലിറ്ററിന് 102 രൂപ 84 പൈസയും ഡീസലിന് 88 രൂപ 95 പൈസയുമാകും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നികുതി പരിഷ്കരിച്ചതാണ് കാരണമെന്ന് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. സർക്കാർ തീരുമാനം വിവിധ മേഖലകളെ ബാധിക്കുകയും വിലക്കയറ്റത്തിന് ഇടയാക്കുമെന്നും വിലയിരുത്തലുണ്ട്. അപ്രതീക്ഷിത പ്രഖ്യാപനം സാധാരണക്കാരെ ആശങ്കയിലാക്കി. ഇന്നു മുതലാണ് ഇന്ധനവില വർധനവ് സംസ്ഥാനത്ത് നിലവിൽ വരുന്നത്. പെട്രോളിന്റെ വിൽപ്പന നികുതി 25.92% നിന്ന് 29.84%, ഡീസലിന്റേത് 14.3% നിന്ന് 18.4%വുമായാണ് ഉയർത്തിയത്. കർണാടക സർക്കാരിന്റെ തീരുമാനത്തിന് പിന്നാലെ വലിയ പ്രതിഷേധവുമായി BJP രംഗത്തിറങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വരുമാനം ധനസ്ഥിതിയും ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവലോകനം ചെയ്തതിന് പിന്നാലെയാണ് വിഭവ സമാഹരണം ലക്ഷ്യമിട്ടുള്ള നീക്കം. റവന്യൂ സമാഹരണ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് കൂടുതൽ പരിശ്രമിക്കണമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വില വർദ്ധിപ്പിച്ച വിജ്ഞാപനം ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. കർണാടകയിൽ 28-ൽ 19 സീറ്റ് NDയും 17 സീറ്റ് JDSും നേടി. സംസ്ഥാനത്ത് ഭരണകക്ഷിയായ കോൺഗ്രസിന് 9 സീറ്റുകളാണ് ലഭിച്ചത്. കേന്ദ്ര സർക്കാർ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഇന്ധനത്തിനുള്ള നികുതി 520 രൂപയിൽ നിന്നും 3250 രൂപയായി കുറച്ചതിന് പിന്നാലെയാണ് അതിനാടകീയമായ കർണാടകയിലെ കോൺഗ്രസിന്റെ ഈ നീക്കം. സാധാരണക്കാരുടെ ജീവിതം ദുരിതത്തിലാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്ന കോൺഗ്രസ് സർക്കാരിന്റെ ഈ നീക്കം. അതേസമയം കർണാടകത്തിലെ സ്വകാര്യ വ്യവസായ മേഖലയിൽ സർക്കാർ കൊണ്ടുവരുന്ന പുതിയ തൊഴിൽ നിയമം മലയാളികൾ ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാന തൊഴിലന്വേഷകർക്ക് തിരിച്ചടിയാകും. സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങളിൽ ക്ലറിക്കൽ ഗ്രൂപ്പ് D ജോലികളിൽ കനേഡിയർക്ക് 100% സംവരണം ചെയ്യുന്നതാണ് പുതിയ നിയമം. തൊഴിൽ മേഖലയിൽ തദ്ദേശീയരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇത്തരം സ്ഥാപനങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ ഇതര സംസ്ഥാനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. കർണാടക ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെന്റ് റൂള് 2024 എന്ന പേരിലാണ് പുതിയ നിയമം കൊണ്ടുവരുന്നത്. ഇത് നടപ്പാക്കുന്നത് സംബന്ധിച്ച് അടുത്ത മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. സ്വകാര്യ മേഖലയിൽ കന്നഡികർക്ക് 100% സംവരണം വേണമെന്ന് കന്നഡ അനുകൂല സംഘടനകളുടെ നേരത്തെയുള്ള ആവശ്യമാണ്. ഇത് കണക്കിലെടുത്ത് 2019 സ്വകാര്യ മേഖലയിലെ കന്നഡികർക്ക് മുൻഗണന നൽകണമെന്ന നിയമ ഭേദഗതി കൊണ്ടുവന്നു. എന്നാൽ അത് എത്ര ശതമാനമെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. അതേസമയം കർണാടകയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസ് പാർട്ടിക്കുള്ള സന്ദേശമാണെന്ന് കർണാടക ഉപമുഖ്യമന്ത്രിയും കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനുമായ DK ശിവകുമാർ. BJPയോട് തോറ്റ ബംഗളൂരു റൂറൽ കോൺഗ്രസ് ആത്മപരിശോധന നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ കുറഞ്ഞത് 14 സീറ്റുകളെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് 25-ൽ 9 മാത്രമാണ് ലഭിച്ചത്. ഞങ്ങൾക്ക് ബംഗളൂരു റൂറൽ നഷ്ടപ്പെട്ടു. അത് ഞങ്ങൾക്കുള്ള സന്ദേശമാണ്. 2019 തെരഞ്ഞെടുപ്പിലെ ഒരു സീറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ 9 സീറ്റുകളാണ് ഞങ്ങൾക്ക് ലഭിച്ചതെന്നും നിരീക്ഷിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിക്കും, അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. രാജ്യത്ത് മോദി തരംഗമില്ലെന്നും ശിവകുമാർ പറഞ്ഞു. BJPക്കും സഖ്യകക്ഷികൾക്കും 400 കിട്ടിയില്ല. BJPക്ക് 250 സീറ്റ് പോലും നേടാനായില്ല. ഈ രാജ്യത്ത് മോദി തരംഗമില്ല. അവർക്ക് അയോധ്യ പോലും നഷ്ടപ്പെട്ടു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബംഗളൂരു റൂറൽ ഒക്കലിംഗയുടെ മറ്റൊരു മുഖമായ DK സുരേഷിനെതിരെ പോരാടാൻ മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ അനന്തരവനും പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധനുമായ ഒക്കലിംഗ സമുദായത്തിൽ നിന്നുള്ള DN മഞ്ജുനാഥിനെയാണ് BJP രംഗത്തിറക്കിയിരുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.